ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ദിവസമായി നമ്മൾ ഒരു ഡെയിലി വ്ളോഗും കാര്യങ്ങളും നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടില്ലേ. ഇപ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയുക, വെയിറ്റ് ലോസ് ചലഞ്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ അധികം വീഡിയോ ഇടാറുള്ളത്. ഇപ്പോൾ കുറേ ദിവസമായി തോന്നി എനിക്ക് ഒരു വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് അതാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നിപ്പോൾ രാവിലെ എന്താ ഞാൻ കിച്ചണിലേക്കാണ് ഈ വരുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് കയറി നേരെ കിച്ചണിക്ക് വരികയാണ്. ഇന്നലെ മോളു പോയിട്ടോ. ഇന്നലെ രാത്രി പെട്ടെന്നൊരു വരവായിരുന്നു. മോളുവിൻ്റെ ഹസ്ബൻഡ് രാത്രി ഒരു 12:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ആ സമയത്ത് തീരെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പോണത്. എന്തായാലും പെട്ടെന്ന് വരവും പോക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് ആ സമയം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഞാൻ നല്ല ഉറങ്ങാനുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. ആയുർവേദത്തിന് മരുന്നൊക്കെ കൊടുത്തു ഓനൊന്ന് സെറ്റാക്കിയിട്ട് ഞാനൊന്ന് കിടന്ന ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അവൾ പോയി രാവിലെ എണീറ്റപ്പോൾ എന്തൊക്കെ ഒരു മൂഡ് ഔട്ട് കിട്ടുക. പിന്നെ ആ നേരം ഒരു 1 മണിക്കൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ ഉറങ്ങാനും കുറേ ടൈം എടുത്തു. ഒരു പോയതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ നേരം കണ്ണു നീച്ച് ഇങ്ങനെ കിടക്കുന്നു. ഒന്ന് ഉറങ്ങി സെറ്റ് എനിക്ക് തോന്നുന്നു ഒരു 3-3:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. തലക്കൊക്കെ ഭയങ്കര ഒരു പുടുത്തവും കാര്യങ്ങളൊക്കെ. പക്ഷേ എഴുന്നേൽക്കാൻ പറ്റൂല. കാരണം ഇന്ന് നീനു പോണ ദിവസമാണ്. ഒക്കെ ഇന്ന് ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ ഉച്ചക്കാണ് 2 മണിക്കാണ് കേട്ടോ. തിരിച്ചു പോണ ദിവസങ്ങളൊക്കെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഡ്യൂട്ടി ഉണ്ടാവുക. ആ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ രാത്രി 11 മണിക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് വണ്ടി വരും. വണ്ടി വന്ന് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ കൊണ്ടുപോകാൻ വണ്ടിയും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി. അപ്പം ഇന്ന് 2 മണിക്കായതുകൊണ്ട് ഞാൻ പിന്നെ ഒക്കെ പാക്ക് ചെയ്തിട്ടോ ഒന്നുമില്ല. എല്ലാം അയൺ ചെയ്യാനും പാക്ക് ചെയ്യാനും ഒക്കെ ഉണ്ട്. ഒരു പരിപാടിയും കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എഴുന്നേറ്റ് എനിക്ക് അയറും ഇല്ലാത്തതുകൊണ്ടോ പെട്ടെന്ന് പോയതിനൊക്കെ ഒരു ഒഴിവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് ഇപ്പം എന്താ ഉണ്ടാക്കുക എന്നുള്ള ഒന്നും പ്ലാൻ ചെയ്തിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ച് ചോദിച്ചു. മൂപ്പര് രാവിലെ പോയപ്പോഴൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ എണീറ്റപ്പോൾ 8 മണി ആയിട്ടുണ്ട്. ഞാൻ ഉറങ്ങാൻ ലേറ്റ് ആയത് മൂപ്പർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് പിന്നെ ഫോൺ വിളിച്ചൊരു 9 മണിയൊക്കെ ആയപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും ഫുഡ് വേണോ, ഞാൻ പൊറാട്ട കൊണ്ടുവരണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നീനുവിന് എന്താ അല്ലെങ്കിലേ ഓളോ അവിടുത്തെ ഈ ജോലിക്ക് പോയാൽ തന്നെ ഓള് അധികം പുറത്തത്തെ ഫുഡാണ് കഴിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലുള്ളപ്പോഴും അതിനെ കഴിക്കണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി പിന്നെ ഓരോന്ന് ബർഗറും ഓരോന്ന് കഴിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വേണ്ട, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാം, ഇനി പുറത്തത്തെ ഫുഡ് കഴിക്കണ്ടല്ലോ, പൊറാട്ടയ്ക്കല്ലേ പിന്നെ കഴിക്കാനല്ലേ, വേണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു പറയും, 4-5 കഷ്ണം ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതും പിന്നെ നല്ല പച്ചരി ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു തട്ടിക്കുട്ട് ബിരിയാണിയാണ്. ഉള്ളിയും ഇതൊക്കെ വാട്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഇട്ടിട്ടൊരു മൊത്തത്തിൽ കപ്സൊക്കെ പോലെ അങ്ങനെ ഉണ്ടാക്കാൻ ഉള്ള എല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക എന്നുള്ള പ്ലാനാണ്. എന്നാലും നമുക്ക് പുറത്ത് ഫുഡ് മക്കൾക്ക് കൊടുക്കണ്ടല്ലോ അല്ലേ. നീനുട്ടിക്കാണെങ്കിൽ ഈ പുറത്തത്തെ ഫുഡ് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഓൾ ഈ ജോലിയുടെ ഭാഗമായിട്ടും കൂടി പോകുമ്പോൾ എന്താ വെച്ചാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കൽ നിർബന്ധമാണല്ലോ. അപ്പോൾ അങ്ങനെ ആയി വരികയാണ്. ഡ്യൂട്ടി സമയത്ത് എന്താ വെച്ചാൽ അവിടെ ഫുഡ് ഉണ്ടാവും കേട്ടോ. അവിടെ അക്കോമഡേഷൻ ഒക്കെ ഫുഡൊക്കെ ഫ്രീ ആണ്. പക്ഷേ അത് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ ഇനി ഇവിടുന്ന് പോവുകയും ചെയ്യല്ലേ, വേണ്ടല്ലോ എന്ന് കരുതി ഞാൻ വേഗത ഒരു ബിരിയാണി പോലെ റൈസൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് പിന്നെ ചിക്കനൊക്കെ ഇട്ട് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് ചിക്കൻ മസാലയും ബിരിയാണി മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു കൂക്കിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കാണ് സമയം 9:30 ആയി. ഞാൻ വേഗം പിന്നെ അയൺ ചെയ്യാനൊക്കെ പോയിട്ട് കറണ്ട് പോയ പെട്ടതന്നെ. നീനുവിനാണെങ്കിൽ ഭയങ്കര ഉസുപിള്ളേരെ ഒക്കെ ഡ്രസ്സ് കാണപ്പോൾ യൂണിഫോം ആയാലും നമ്മൾ സ്കൂൾക്കൊക്കെ പോണ കാലത്തെ മോളും ഇതുമൊക്കെ എപ്പോഴും ഞാൻ യൂണിഫോം സ്ഥിരം ഇട്ടിട്ടില്ലെങ്കിൽ ഓലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അന്ന് വേണ്ടം വെച്ച് കുഴപ്പമില്ല, കറണ്ടൊക്കെ ഇല്ലെങ്കിൽ ഓലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നീനൊട്ടി ഓക്കെ അയൺ ചെയ്ത് ആ വട്ടി പോലെ നിൽക്കുന്ന ഡ്രസ്സുകളൊക്കെ അങ്ങനെയൊക്കെ ഒരു സംഭവമാണ് കേട്ടോ. ഒരു വെറൈറ്റിയാണ്. പിന്നെ ഞാൻ വേഗം കറണ്ട് പോയാൽ പെട്ടു എന്ന് വെച്ചിട്ട് വേഗം ഫുഡാക്കി കുക്കറോടെ കുക്ക് ചെയ്യുമ്പോൾ അതൊന്ന് വിസിലൊക്കെ പോകുമ്പോഴാണല്ലോ പ്രഷറൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് വേഗം വന്ന് അയൺ ചെയ്യാൻ കരുതി. അങ്ങനെ ഒരു 4-5 ദിവസത്തിനുള്ള ഡ്രസ്സ്. കാരണം ഉള്ള അടുത്ത വ്യാഴാഴ്ച വരും, വലിയ ആഴ്ചയിൽ ഒരിക്കപ്പോൾ വരാം. അതിൻ്റെ ഇടയിൽ ആ ചിക്കൻ ബോക്സ് ഉണ്ടായ ടൈമിൽ 2-3 ആഴ്ചയോളം ഇവിടെ വീട്ടിൽ റെസ്റ്റ് ആയതുകൊണ്ട് പിന്നെ ചെന്നപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ലീവ് കിട്ടിയത്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഇല്ല, കാരണം ആഴ്ചയിൽ ഒരു ലീവ് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത ഇപ്പോൾ തന്നെ വരും. 4-5 ഡ്രസ്സ് കൊണ്ടുപോയാൽ മതി. അങ്ങനെ മിക്സ് ആക്കി ഇട്ടിട്ട് ഒന്നായിട്ടുണ്ട് അലക്കാൻ കൊണ്ടുവരലാണ്. അപ്പോൾ ജീൻസ് വരെ അയൺ ചെയ്യണം കേട്ടോ. കാരണം അത്രയും എന്താ പറയുക, ചുളിവ് കണ്ടാൽ ഇങ്ങനെ ഭയങ്കര ഇറിറ്റേഷനാണ്. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ അയൺ ചെയ്ത് കൊടുത്തയച്ചാലും അവിടെ എത്തിയിട്ട് ഇടുമ്പോൾ ചിലപ്പോൾ ചെറിയ ചുളിവൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അവളെ ഫ്രണ്ടിൻ്റെ അടുത്തൊരു
അയൺ ബോക്സ് ഉണ്ട്, അതൊക്കെ ഇട്ട് ചിലപ്പോൾ അയൺ ചെയ്യും. ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എത്രയായാലും കവറിലൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തേക്കുമ്പോൾ ചെറിയതായിട്ട് ചുളിവൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ അയൺ ചെയ്ത് എടുക്കുകയാണ്. ജീൻസ് ഇട്ടു, പിന്നെ 2-3 ടോപ്പും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇട്ടിട്ടോ. അപ്പം മോള് എന്താ അവിടുന്ന് വിളിക്കാഞ്ഞിട്ട് ഒരു ഇറങ്ങാനൊരു നട്ട പാതിരാക്ക് പോയതിൻ്റെ ഒരു ടെൻഷനും ഒക്കെ ഉണ്ട്. എന്നെ ഉറക്കം വെച്ചതിൻ്റെ ക്ഷീണം ഒക്കെ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണം, കണ്ണിങ്ങോട്ട് തുറക്കാൻ വയ്യ. ഒരു 3 മണിക്കൊക്കെ ഉറങ്ങി നമ്മൾ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെ ഡ്രസ്സുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ അയൺ ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നീനുവിന് ഇന്നലെ രാത്രി ചെറുതായിട്ടൊരു ജലദോഷം കൂടി പനിയൊക്കെ വരുന്ന പോലെ ഉണ്ട്. അതൊന്നാമത് അവിടെ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം ആയുർവേദിൻ്റെ എല്ലാവർക്കും പകർന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പനി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു തരം ശ്വാസമുട്ടൽ പോലുള്ള പനിയാണ് കേട്ടോ. ഒരു സുഖമില്ലാത്തൊരു പനിയാണ്. നമുക്ക് കഫക്കെട്ടൊന്നുമല്ല, നെഞ്ഞത്ത് എന്തോ കെട്ടി നിന്നിട്ട് ഒരു ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ ഉള്ള ഒരു പനിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോന്നായിട്ട് ഈ ഒരു ഡ്രസ്സൊക്കെ കുറേ മുമ്പുള്ളതാട്ടോ. ഓളിങ്ങനെ പെട്ടെന്ന് തടി വെക്കാത്ത ഒരാളായതുകൊണ്ട് ആ ഡ്രസ്സൊക്കെ ഇപ്പോഴും കൊള്ളും. അപ്പോൾ എല്ലാം ഞാനങ്ങനെ പഴയതും ഒക്കെ കൊടുത്തേക്കോട്ടെ, അങ്ങനെയെങ്കിൽ 8 മുതലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ എല്ലാം കൊടുത്തത്. ഞാൻ കൊടുത്തയച്ചത് പിന്നെ ഓൾ അവിടുന്ന് ഇടും. അതാണ് ഇതിന് ഒരു സന്തോഷമുള്ളത്. നോക്കൊന്നുമില്ല ഞാൻ എന്തൊക്കെയാണ് കൊടുത്തയച്ചതെന്ന് ഓൾ നോക്കില്ല. ഒരു 4-5 കൂട്ടം വേണമെന്ന് പറയുള്ളൂ, അങ്ങനെ നോക്കുന്നില്ല. ഒക്കെ അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചാൽ പിന്നെ ഓൾ അവിടുന്ന് അങ്ങനെ ഇട്ടോളും. പിന്നെ ഞാൻ താഴത്തേക്ക് അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് വന്നപ്പോൾ നീനു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് കുളിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ കുളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ വേഗം ഫുഡൊക്കെ എടുത്തിട്ട് വാരി കൊടുക്കുകയാണ്. വാരി കൊടുക്കുകയാണെങ്കിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഓള് സാധാ കഴിക്കണതിൻ്റെ ഇരട്ടി കഴിക്കും. അപ്പോൾ ഇനി പോവുകയും ചെയ്യല്ലേ, ഇനി അവിടെ എത്തിയ അവൾ ഫുഡ് കഴിക്കൂല കേട്ടോ. ഇവിടുന്ന് ഈ പോണ ദിവസം അവൾ ഇതേ കഴിക്കുള്ളൂ. ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുള്ളൂ. പിന്നെ അവിടെ എത്തിയിട്ട് അവിടുത്തെ ഫുഡുകൾ കഴിക്കാൻ നിൽക്കൂല. അപ്പോൾ ഞാനത് അത്യാവശ്യം കണ്ടറിഞ്ഞ് തന്നെ നല്ലോണം വാരി കൊടുക്കുകയാണ്. അതിക്ക് ഞാൻ 2 പപ്പടം പൊരിച്ചിട്ടുണ്ട്, പിന്നെ ചിക്കന് 2 കഷ്ണം പൊരിച്ചു. അതുപോലെ തന്നെ അതിക്ക് ഞാൻ 2 മുട്ടയും പൊരിച്ചൊക്കെ പാടെ ഏടത് തൈരൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ കഴിച്ചു. ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്തു. അപ്പോൾ എനിക്ക് ഐറൂസിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. കാരണം അത് ഐറൂസിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചോറാണ്. ഓനില്ലാഞ്ഞത് ഇന്നലെ ഇങ്ങോട്ട് പോയതല്ലേ, ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അങ്ങനെ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇതാ ഓൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കുറേശ്ശെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു 12 മണിക്ക് ഇറങ്ങണം. 2 മണിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങി ഇവിടുന്ന് 12 മണിക്ക് ഇറങ്ങണം. ഞാൻ പാക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. ഈ കവറിലിട്ടിട്ട് ബാഗിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇങ്ങനെ എന്നാൽ അവൻ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഈ ഓളെ മേക്കപ്പ് സാധനങ്ങളും ക്യൂടെക്സും ലിപ്സ്റ്റിക്കും ഒക്കെ ഉള്ളതല്ലേ. അപ്പം ഇനി അത് അങ്ങോട്ട് ഡ്രസ്സിലൊന്നും ആവണ്ടെന്ന് കരുതിയിട്ടൊക്കെ ഒരു കവറിലിടും. പിന്നെ അറിയാലോ രാത്രി ഇടാനുള്ള ടീഷർട്ടുകൾ, തോർത്തുമുണ്ടൊക്കെ കൊണ്ടുവരും, അലക്കി കൊടുത്തേക്കലാണ്. അപ്പോൾ അതുണ്ടാവും. പിന്നെ നമ്മൾ അടിവസ്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അടിവസ്ത്രങ്ങൾ കുറച്ച് ഒരു 2-3 കാര്യങ്ങൾ ഇവിടെ വെക്കും. അടുത്ത വരവിന് അലക്കി തേച്ച് വെക്കും. പിന്നെ അവിടെ ഉള്ളത് ഓക്ക് ചില ദിവസങ്ങൾ തിരുമ്പാൻ പറ്റും, ചില ദിവസങ്ങൾ അങ്ങനെ എന്താക്കുമല്ലോ. പക്ഷേ അടിവസ്ത്രങ്ങൾ തിരുമ്പാതെക്കാനും പറ്റില്ലല്ലോ. അത് മാത്രമേ ഉള്ളൂ അവിടുന്ന് അലക്കണുള്ളൂ കേട്ടോ കാര്യമായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കവറിലാക്കിയിട്ട് ബാഗിലേക്ക് വെക്കുകയാണെന്ന് പറയുള്ളൂ. മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ആ ബാഗിലാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിക്ക് വെക്കട്ടോ. അപ്പോൾ ആ വെച്ച് ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ എന്ന് പറഞ്ഞ് ഓള് പോയി. ഞാനിത് അതിലേക്ക് എങ്ങനെയൊക്കെയോ കുത്തി നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അവളെ കുറേ സാധനങ്ങൾ അതിലുണ്ടാവും. അതിന് അവിടുന്ന് മുഖത്ത് തേക്കുന്ന ഈ ഇപ്പം ചിക്കൻ ബോക്സ് ഉണ്ടായതിനു ശേഷം മുഖത്ത് ഒരു കുറച്ച് കാലമൊക്കെ ഉണ്ട്, കറുപ്പുള്ളി കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് പോകാനുള്ള ഒരു എണ്ണ ഉണ്ട്, അതും ഒക്കെ അതിൽ വെച്ച്. പിന്നെ അങ്ങനത്തെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഈ സ്കിന്നിനെ ഒക്കെ ബേബി സോപ്പ് ബേബി ക്രീമൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാഗിലുണ്ട് കേട്ടോ. ഒക്കെ കൂടെ എന്തായാലും കുത്തി നിറച്ച് ബാഗിലാക്കി ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ 11:45 ഇറങ്ങുകയാണ്. 12 മണിക്കാണ് ബസ്. അങ്ങനെ അവളെ ഇറങ്ങിയിട്ട് വേണം എനിക്കൊന്ന് സത്യം പറഞ്ഞാൽ കിടക്കാൻ. നല്ല ക്ഷീണമുണ്ട് പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്. എൻ്റെ കണ്ണ് കൊഞ്ഞാളുണ്ട്. നീനു തന്നെ പറയുന്നുണ്ട് അമ്മച്ചി കിടന്നോ, പിന്നെ ഉറങ്ങിക്കോ, ഇനി ഇങ്ങനെ ടയർഡായി നിൽക്കണ്ട. ഓർക്കൊരു വിഷമം കേട്ടോ. ഞാൻ ഇങ്ങനെ ഓർക്ക് വെച്ചിട്ട് ഒരു ക്ഷീണമായിട്ട്, അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയായിട്ട് ഓർക്കുകയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അയറുണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു 10-11 മണിക്കൊന്നും കിടക്കാനേ ചിന്തിക്കണ്ട. അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് കിടക്കണമെങ്കിൽ 1 മണി 2 മണി എന്തായാലും എഴുന്നേൽക്കാം. അമ്മക്ക് എഴുന്നേൽക്കും വേണ്ടേ. അങ്ങനെ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇന്നലത്തതും ഒക്കെ കൂടെ ആയിട്ട് ആകെ തലവേദനയും ഇതിനോട് പോയിട്ട് വേണം കിടക്കാൻ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും അവൾ മാറ്റി ഇറങ്ങിയിട്ടുണ്ട്.
പിന്നെ ഇനിയിപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കണം. ഞാൻ ഈ ചോറ് ഉണ്ടാക്കിയത് തന്നെ അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാരണം ഇനി ഉച്ചക്ക് കൂടി അത് മതിയെന്ന് കരുതിയിട്ട് ഞാനൊരു 3-4 ഗ്ലാസ്സോളം ഒരു 1/2 കിലോൻ്റെ അരി വെച്ചിട്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്തെങ്കിലും മുട്ട പൊരിച്ച് കൊടുക്കുക എന്തെങ്കിലും ചെയ്താലും ഇനി വേറെ ഒരു ഐറ്റംസ് എനിക്ക് ഉണ്ടാക്കാൻ അവൾ പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കിടന്നുറങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ കേട്ടോ. ആ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങണതിൻ്റെ ഇടയിൽ ഓൾ 1-2 റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരുമ്പോഴൊക്കെ എല്ലാം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാന്നൊക്കെ പറഞ്ഞു. ഓള് ചെറിയ യൂട്യൂബ് ചാനൽ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഇടാറുണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഒന്നും ചെയ്യാറില്ല. അവിടുത്തെ തിരക്കും കാര്യങ്ങളും ബിസിയൊക്കെ ആയതുകൊണ്ട് അതൊക്കെ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതും മുന്നേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇപ്പം ഞാൻ അകത്തേക്ക് പോയത് എന്തിനാ വെച്ചാൽ ഒരു ഫോണിൽ ചാർജർ എടുക്കാൻ മറന്നു, പിന്നെ പല്ലിൻ്റെ ക്ലിപ്പ് എടുക്കാൻ മറന്നു. പല്ലിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ട് നോക്ക്, ഒരു മുന്നത്തെ പല്ലിൻ്റെ ഭാഗത്ത് ചെറിയൊരു വിടവ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിന് രാത്രി കിടക്കുമ്പോൾ ഒരു ക്ലിപ്പ് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഒരു 6 മാസം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ട്. ഓളെടുക്കേണ്ട സാധനങ്ങളൊക്കെ ഓള് മറന്നു. ഞാൻ എടുത്ത് വെക്കേണ്ടതൊക്കെ ബാഗൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പിന്നെ എടുത്ത് കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ. ഇനി അവിടെ എത്തി ബസ് കയറിയിട്ടൊന്ന് ഫോൺ വിളിക്കും, പിന്നെ അവൾ കോഴിക്കോട് എത്തിയിട്ട് വിളിക്കുള്ളൂ. അപ്പോൾ അതുവരെ എനിക്ക് സമയമുണ്ട്. പിന്നെ കിടക്കാം എന്നൊക്കെ വിചാരിച്ചാണ് അകത്തേക്ക് കയറിയത്. പക്ഷേ എൻ്റെ അകത്തിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒന്നായിട്ട് ഇതുമ്മ വലിച്ചിട്ടുണ്ട്. പിന്നെ ആ സോഫയിലാണ്, ഈ ഒരു പച്ച സോഫയിലാണ് നീന് കിടക്കുക. അവളെ ബെഡ്ഷീറ്റ് പുതപ്പ് അവൾ പുതക്കണ പുതപ്പും തലേണ ഒക്കെ അവിടെ ഉണ്ട്, ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ എടുത്തൊക്കെണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ അവസ്ഥ അതാണ്. ഇത് നമ്മൾ ഐറൂസിൻ്റെ റൂം, അത് ഇന്നലെ രാത്രി അങ്ങോട്ട് പോയതില്ല, അതും അങ്ങനെ കിടക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് കിച്ചൺ ആകെ പരന്ന് കിടക്കുകയാണ്. ഇതൊക്കെ ഇവിടെ ഇട്ടുകൊണ്ട് നമ്മളെങ്ങനെ കിടന്നുറങ്ങൂലേ? അപ്പോൾ ഒരു കിടക്കണമെങ്കിലും സമാധാനം ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്തെങ്കിലും ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചു ആരെങ്കിലും ഇട്ടിട്ട് വേണം കിടക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം മുറുകില്ല. അതിന് ഞാൻ വേഗം അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന് കരുതി ഇന്നലെ മോള് പോയിട്ട് പിന്നെ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അലക്കാനുള്ളതൊക്കെ ജസ്റ്റ് ഐറൂസിൻ്റെ നിക്കറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അലക്കാനുള്ളതാണ്. അപ്പോൾ അത് പിന്നെ വാഷിംഗ് മെഷീൻ ഇടണം. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് വെച്ചു. പിന്നെ തലേണയും അങ്ങനത്തെ സംഗതികളൊക്കെ അത് അപ്പുറത്ത് സോഫയിൽ കൊണ്ടുപോയിട്ടിട്ട് ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി കൊട്ടി വിരിക്കാമെന്ന് കരുതി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എടുത്തിട്ട് അതൊന്ന് തട്ടി വിരിച്ചിട്ടാണ്. അപ്പോൾ ഈ റൂമിൽ നിന്ന് അങ്ങോട്ട് ഞാൻ ക്ലീനിങ് അങ്ങോട്ട് സ്റ്റാർട്ടാക്കിയതാണ് കേട്ടോ അവിടുന്ന്. പിന്നെ മറ്റേ റൂമിൽ പിന്നെ ഈ ഐറും മോളും വന്നു കഴിഞ്ഞാൽ ഞാനും ഈ ആ സോഫയിൽ ഹാളിലുള്ള സോഫയിൽ തന്നെ കിടക്കുക. എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം എന്തെങ്കിലും വിളിച്ചാൽ കേട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഇപ്പോൾ റൂമിൽ കിടക്കാൻ ഞാൻ അധികം കിടക്കാൻ പോകില്ല കേട്ടോ. ഞാനും ഇതും ഒക്കെ ആ സോഫയിൽ തന്നെയാണ് കിടക്കൽ. അപ്പോൾ നീനുട്ടിയും കൂടി വന്നാൽ പിന്നെ ഓള അപ്പുറത്തെ സോഫയിൽ കിടക്കും. ഞങ്ങൾക്കൊക്കെ ആ സോഫയിൽ കിടക്കാനാണ് കൂടുതൽ. എനിക്ക് അധികം ഉറക്കം മുറുകൽ സോഫയിൽ കിടക്കുമ്പോഴാണ്, ബെഡിൽ കിടക്കണേങ്ങാണ് കേട്ടോ. പിന്നെ മക്കളുണ്ടാവും പ്രത്യേകിച്ചും വിളിക്കുമ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ സോഫയിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിടക്കും. അങ്ങനെ അതാ റൂം ബെഡും കാര്യങ്ങളൊക്കെ തട്ടി വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ഐറൂസിൻ്റെ കലാവിരുദ്ധകളാണ് കേട്ടോ. ഇതിപ്രാവശ്യം ഞങ്ങൾ പുറത്ത് പോയപ്പം വാങ്ങിയ ഒരു ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുന്ന സാധനമാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ പരത്തിയിട്ടാണ് പോയത്. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഒരു സങ്കടമൊക്കെ വരുന്നത്. എന്തായാലും കിട്ടിയതൊക്കെ ഞാൻ പൊറുക്കി ആ കവറിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് ഇത്രയൊന്നുമല്ല, ഇതിൽ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഇനി അടിച്ചു വാരുമ്പോൾ കിട്ടുന്നതൊക്കെ അയക്കിടാന്ന് കരുതി. പിന്നെ കുറേ ബോൾ കണ്ട നിലത്തൊക്കെ സോഫിൻ്റെ അടിയിലൊക്കെ ഒരു 10 ബോളെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഓരോ പോക്കിനും ഓരോ വരവിനും ഓരോ ബോളും അവൻ്റെ കയ്യിലുണ്ടാവും കേട്ടോ. ബോളിന് ഭയങ്കര വീക്ക്നെസ് ആണ് അവന് കേട്ടോ. അതായത് ഒരു വലിയൊരു ബോള്, അതിൻ്റെ നേരെ ചെറുതുണ്ട്, പിന്നെ കുഞ്ഞു ബോളുണ്ട്, അങ്ങനെ ഒരുപാട് ബോളുണ്ട് കേട്ടോ. എന്തായാലും അവിടേക്ക് ഒന്ന് തോട്ടി എടുത്ത് വെച്ചു. ഇനി നമുക്ക് അടുത്ത ഡൈനിങ് ടേബിളാണ്. ആ ടേബിളിൽ നിന്ന് ഞാൻ വിചാരിച്ച അത്ര കച്ചറല്ല കേട്ടോ, കുറച്ചുള്ളൂ. നീനുട്ടിയുടെ സാധനങ്ങളൊക്കെ ഉണ്ട് കൊടുത്തയച്ചപ്പോൾ പിന്നെ അവിടുത്തെ കുറച്ച് ഏകദേശം സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. എന്തായാലും ഓരോന്ന് ഇങ്ങനെ ഒക്കെ എടുത്ത് വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചു വാരി ഇടാന്ന് കരുതി. തുടക്കാനോ കാര്യങ്ങളൊന്നും വയ്യ, ഒന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയാണ്. ഏതായാലും ഈ പെട്ടിയിൽ എന്താ വെച്ചാൽ മോളൊരു ചെറിയൊരു കുഞ്ഞു വാഷിംഗ് മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഐറൂസിൻ്റെ മാത്രം ഡ്രസ്സുകൾ അലക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്നും അത് നല്ല കുഴപ്പമില്ലാത്തൊരു സാധനം. ഒരു കുറച്ച് ഡ്രസ്സൊക്കെ അതേപോലെ നമ്മൾ അടിവസ്ത്രങ്ങൾ അങ്ങനെയൊക്കെ അലക്കാൻ ഒരു സംഭവം.
അപ്പോൾ അത് ഓർഡർ ചെയ്തത് എത്തിയിട്ടുണ്ടായത്, അത് ഞങ്ങളത് പൊട്ടിച്ച് നോക്കിയതാണ്. അപ്പോൾ അത് ആ മേശപ്പുറത്ത് തന്നെ വെച്ചു. പിന്നെ ഐറൂസിൻ്റെ കുഞ്ഞി കസാലയാണ് കേട്ടോ. അതിൽ ഞാൻ ഇനി ഇതുമൂന്ന് കുറച്ച് ലെഗിനൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ അയിമക്ക് ഇങ്ങനെ വെച്ചു. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ ഡോക്ടറെ കാട്ടി ഷീറ്റ് മരുന്നുകൾ ഇങ്ങനെയുള്ള ഐറ്റംസുകളാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. എല്ലാ അലമ്പൊന്നുമില്ല. എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് മരുന്നും കുപ്പികളൊക്കെ എടുത്ത് വെച്ച് ഒരു അരുക്ക് വെച്ചിട്ട് ബാക്കിയുള്ള അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി മേശമേൽ വിചാരിച്ച അത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതൊക്കെ തുടച്ചപ്പൊക്കെ നിന്നായി. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇരട്ടി നമുക്ക് കിച്ചണിലുണ്ട്. അവിടെ ഒരുപാട് പണികളുണ്ട്. പാത്രങ്ങൾ നിരന്ന് കിടക്കുന്നുണ്ട്. രാവിലെ മുതൽ നമ്മുടെ അധികം പണിയൊന്നും എടുത്തിട്ടില്ല, എന്നാലും പാത്രങ്ങൾ എനിക്കറിയില്ല എന്താണ് ഈ പാത്രങ്ങളെ പ്രശ്നം എന്ന്. എത്ര നമ്മളിങ്ങനെ അപ്പൊക്കെ കഴിക്കാലും അല്ലേ, ഇങ്ങനെ പാത്രങ്ങളുണ്ടാവും. പിന്നെ ഞാൻ ഈ ടേബിളും കൂടി തുടച്ചതിന് ശേഷം ഞാൻ വേഗം പിന്നെ അടിച്ചു വാരാൻ അങ്ങോട്ട് നിന്നു കേട്ടോ. കാരണം അടുക്കളയ്ക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂല. ആദ്യം ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരിയിട്ട് അങ്ങോട്ട് അടുക്കളയ്ക്ക് കയറാമെന്ന് കരുതി ഒന്ന് അവിടെ അടിച്ചു വാരുമ്പോൾ പിന്നെ സോഫൻ്റെ ചൂട്ടിൽ നിന്നൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. അവിടെ കണ്ടതൊക്കെ എൻ്റെ ഐറൂസിൻ്റെ കലാവിരുദ്ധാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും പിന്നെ ആദ്യം ഹാളൊന്ന് അടിച്ചു വാരി, അത് കഴിഞ്ഞ് റൂമൊന്ന് അടിച്ചു വാരി. പിന്നെ മുൻഭാഗം എന്താ വെച്ചാൽ മുൻഭാഗം നമ്മൾ ആദ്യം തന്നെ അടിച്ചു വാരി ഇടും. അത് ഞാൻ പിന്നെ എനിക്ക് എന്ത് തിരക്കാണെന്നുണ്ടെങ്കിലും എണീറ്റ പാടെ ആ മുൻഭാഗം എന്നാണ്ട് അടിച്ചു വാരിയിട്ടാൽ അതെൻ്റെ ഒരു സമാധാനം ഉണ്ടാകും. എന്താണെന്നറിയില്ല, അവിടെ അങ്ങോട്ട് വൃത്തിയാക്കി വെച്ചാൽ ഒരു മനസ്സിനൊരു സുഖമാണ്. അപ്പോൾ അത് ആദ്യം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുൻഭാഗത്തേക്ക് പോവാത്തത് കേട്ടോ. പിന്നെ അവിടെ അടിച്ചു വാരി റൂമുകൾ നമ്മൾ വിരിച്ചിട്ട് പിന്നെ ഒക്കെ റെഡിയാക്കി വെച്ച ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വെച്ചിന് അതിൽ നിന്ന് ആ റൂം ഒന്ന് അടിച്ചു വാരി, പിന്നെ മറ്റേ ബെഡ്റൂമും ഒന്ന് അടിച്ചു വാരിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ ആ അടിഭാഗവും കാര്യങ്ങളും ഒക്കെ ഒന്ന് അടിച്ചു വാരി അടുക്കളയിലേക്ക് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടാണ് പിന്നെ അടുക്കള അടിച്ചു വാരുന്നതും തുറക്കണതൊക്കെ. അപ്പോൾ ഞാൻ അത് പിന്നെ അടുക്കളയിലത്തത് ഒരുപാട് സംഭവങ്ങളുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.